ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുറ്റൂർ മേരി മാതാ ദേവാലയത്തിൽ ഒരുക്കിയ വിസ്മയ കാഴ്ച ശ്രദ്ധേയമാകുന്നു. ഒരാഴ്ചയോളം സമയമെടുത്താണ് CLC അംഗങ്ങൾ ഉപയോഗശൂന്യമായ സോഡ കുപ്പികളുടെ അടപ്പുപയോഗിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചിത്രം ഒരുക്കിയത്. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും ഊട്ടുതിരുനാളിന്റെ ഭാഗമായി CLC സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ട്രഷേഴ്സ് ഓഫ് സെയിൻസ് എന്ന 1500ഓളം തിരുശേഷിപ്പുകളുടെ പ്രദർശനത്തോടനുബന്ധിച്ചാണ് ഈ അത്യപൂർവ ശില്പം നിർമ്മിച്ചത്. ചിത്രത്തിന് ഏകദേശം 9 അടിയോളം നീളവും 6 അടിയോളം വീതിയുമുണ്ട്. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ തിരുശേഷിപ്പ് ഉൾപ്പെടെ 1500ഓളം തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ഉണ്ടായിരുന്നു. 2026 മെയ് 10-ാം തീയതി ഞായർ രാവിലെ 8 മുതൽ രാത്രി 10 വരെയായിരുന്നു ഈ പരിപാടി. നിരവധി ആളുകളാണ് എക്സിബിഷൻ കാണാനായി എത്തിച്ചേർന്നത്. തൃശൂർ അതിരൂപതയുടെ ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ജോജു പുറത്തൂർ, ഫാദർ എഫ്രൈം കുന്നപ്പിള്ളി, CLC പ്രസിഡന്റ് ഫെബിൻ KJ, സെക്രട്ടറി ആൻ തെരേസ റോജൻ എന്നിവർ സംസാരിച്ചു. കോസ്റ്റാറിക്കയുടെ പുതിയ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോ രാജ്യത്തിന്റെ കാവൽ മാലാഖയായ വിർജിൻ ഓഫ് ദി ഏഞ്ചൽസിന്റെ പാദങ്ങളിൽ തന്റെ പ്രസിഡൻഷ്യൽ ബാൻഡ് സമർപ്പിച്ചുകൊണ്ട് ഭരണം ആരംഭിച്ചു. ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമെന്ന നിലയിലാണ് മെയ് 8-ന് അവർ ഈ ചടങ്ങ് നടത്തിയത്. മെയ് 9-ന് സാന്റോസിലെ ബെസിലിക്കയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ തന്റെ ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമാണ് പ്രസിഡന്റ് പങ്കെടുത്തത്. കോസ്റ്റാറിക്കൽ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രസിഡന്റും ലിമൺ ബിഷപ്പുമായ മോൺസിഞ്ഞോർ ജാവിയർ റോമൻ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. വിശ്വാസവും പ്രകൃതി സംരക്ഷണവും ഒത്തുചേരുന്ന ഗ്രീൻ ഗാർഡിയൻസ് എന്ന സവിശേഷമായ പരിശീലന പരിപാടി ഗോവയിൽ സമാപിച്ചു. പരിസ്ഥിതി സംരക്ഷണം കേവലം ഒരു സാമൂഹിക പ്രവർത്തനമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യം വളർത്താനാണ് ഈ കോഴ്സ് ലക്ഷ്യമിട്ടത്. ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആത്മീയവും പ്രായോഗികവുമായ വശങ്ങളെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്കും സഭാപ്രവർത്തകർക്കും അറിവ് നൽകുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സിയുടെ ആശയങ്ങളാണ് ഇതിന് അടിസ്ഥാനമായത്. UDF സർക്കാർ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ മദ്യനയം സമൂലം തിരുത്തി എഴുതണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നടപടികൾ ഭരണത്തിലേറുന്ന പുതിയ സർക്കാർ മാതൃകയാക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിയിലുള്ള മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പൊതുജന നന്മ കാംക്ഷിച്ചുള്ളതാണ്. മാരക മയക്കുമരുന്നുകളുടെ ഉറവിടത്തെ പുതിയ സർക്കാർ ഇല്ലായ്മ ചെയ്യണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടു. KCBC മദ്യവിരുദ്ധ സംസ്ഥാന സമിതിയുടെ സെക്രട്ടേറിയറ്റ് യോഗം 16-ന് ശനിയാഴ്ച വൈകുന്നേരം 8:30-ന് ചെയർമാൻ ബിഷപ്പ് അംബ്രോസ് പുത്തംവീട്ടിലിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി നടക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഭാ പ്രതിനിധികൾക്കായി വത്തിക്കാനിലെ സമ്പൂർണ്ണ മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്ട്രി സംഘടിപ്പിച്ച പ്രത്യേക പരിശീലന വാരം വിജയകരമായി സമാപിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകളും പഠനങ്ങളുമാണ് ഈ ആഴ്ചയിൽ നടന്നത്. പ്രാദേശിക സഭകളെ ശക്തിപ്പെടുത്തുന്നതിനും ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികളിൽ സഭയുടെ ഇടപെടൽ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും വേണ്ടിയാണ് ഈ സംരംഭം ലക്ഷ്യമിട്ടത്. ലോകത്തിലെ ഏറ്റവുമധികം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറുവാൻ സഭയെ പ്രാപ്തമാക്കുന്ന ഇത്തരം പരിശീലനങ്ങൾ വരും വർഷങ്ങളിലും തുടരുമെന്ന് ഡിക്കാസ്ട്രി അറിയിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.